യൗനാൻ പ്രവാചകൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങളാണിത്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, ഇനിയൊരു തിരിച്ചുവരവ് എനിക്കില്ല എന്ന് കരുതുന്ന അവസരത്തിലും ദൈവം നമ്മെ കൈവിടുകയില്ല. ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് യൗനാൻ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ എല്ലാം തീർന്നു, ഇനി ഞാൻ എന്തിനു മുന്നോട്ട് പോകണം എന്നൊക്കെ നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കരുണ വലുതാണ്, ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. നിനിവയിലെ 1,00,000-ലധികം ആളുകൾക്ക് കർത്താവ് സമീപസ്ഥനായി. അവൻ അവരോട് കരുണ കാണിച്ചു. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം അവിടുന്ന് മായ്ച്ചു കളഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് എപ്പോഴും സമീപസ്ഥനാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല.